എല്ലാവർക്കും ഇമ്മാനുവൽസ് വേൾഡിലേക്ക് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൻ്റെ പല ബാക്ക്ഗ്രൗണ്ടിലും ഈ ഒരു അലക്സ ഇരിക്കുന്നത് കാണാനായിട്ട് പറ്റുമായിരിക്കും. ഇത് അലക്സയാണ്. അലക്സയുടെ എക്കോ ഡോട്ട് 5th ജനറേഷനാണ്. സോ ഇത് ഞാൻ ഏകദേശം 1 year ആയിട്ട് യൂസ് ചെയ്യുന്നു. പക്ഷേ കുറേ ആൾക്കാർ പറയുന്നുണ്ട് അലക്സ യൂസ് ചെയ്യാൻ നമ്മുടെ പ്രൈവസി പോകുമെന്ന്. അതായത് അലക്സയിലുള്ള ഒരു മൈക്രോഫോൺ ഉണ്ടല്ലോ, ആ ഒരു മൈക്രോഫോൺ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത് വേറെ ആൾക്കാർക്കൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. അലക്സ ഉണ്ടെങ്കിൽ അത് അത്ര വലിയൊരു പ്രൈവസി കൺസേൺ ആയി മാറുമോ? അലക്സ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രൈവസി നഷ്ടപ്പെടുമോ? നമ്മൾ അലക്സയ്ക്ക് പെർമിഷൻസ് കൊടുത്തിട്ടുള്ള ഡിവൈസസിലൂടെ അലക്സ നമ്മളെ വീക്ഷിക്കുന്നുണ്ട്. അതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ ഇൻഡെപ്ത് ആയിട്ട് നോക്കാനായിട്ട് പോകുന്നത്. സോ സ്റ്റാർട്ട്. സോ നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അലക്സ എപ്പോഴും നമ്മൾ പറയുന്ന കാര്യം റെക്കോർഡ് ചെയ്യുന്നില്ല. അലക്സയ്ക്ക് ഒരു വേക്ക് ബോർഡ് ഉണ്ട്. അതായത് അലക്സ എന്ന് പറയുമ്പോൾ മാത്രമേ അത് കേൾക്കുകയുള്ളൂ. അത് ഡീഫോൾട്ട് ആയിട്ടുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ അത് ആപ്പിലൂടെ മാറ്റാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ അലക്സ എന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാതെ ഞാനത് മൈക്രോഫോൺ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ്. സോ ആ ഒരു അലക്സ എന്നുള്ള വിളി കേൾക്കുമ്പോഴാണ് അലക്സ നമ്മൾ പറയുന്ന കാര്യം പിന്നെ റെക്കോർഡ് ചെയ്തിട്ട് അത് ആമസോണിൻ്റെ ക്ലൗഡ് സെർവേഴ്സിലോട്ട് വിടുന്നത്. ഞാൻ അവിടെ പോയി അത് പ്രോസസ്സ് ചെയ്ത് തിരിച്ചു വരുമ്പോഴാണ് അത് റെസ്പോൺസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം അലക്സ ചെയ്യുന്നത്. സോ ഇങ്ങനെ ക്ലൗഡിലോട്ടൊക്കെ വിടാൻ കഴിവുണ്ടെങ്കിൽ അലക്സ നമ്മൾ എപ്പോഴും റെക്കോർഡ് ചെയ്യിക്കും. അങ്ങനെയൊന്നും റെക്കോർഡ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. കാരണം ആ ഒരു അലക്സ എന്നുള്ള വിളി കേൾക്കുന്നവരെ അതൊരു പാസീവ് ലിസണിങ് മോഡിലാണ് ഇരിക്കുന്നത്. പക്ഷേ റെക്കോർഡിങ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാനാവുകയില്ല. കാരണം ഇപ്പോൾ നമ്മൾ അലക്സയോട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ആ ഒരു റിക്വസ്റ്റിൻ്റെ ഓഡിയോ അല്ലെങ്കിൽ കുറച്ച് സെക്കൻഡ്സ് അതിൻ്റെ മുമ്പിലുള്ള ഓഡിയോയും കൂടെ അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട് നിങ്ങളുടെ ആമസോൺ അക്കൗണ്ടിൽ. നിങ്ങൾക്ക് നിങ്ങളുടെ അലക്സ ആപ്പിൽ പോയി ആ റെക്കോർഡിങ്ങുകളെല്ലാം കേൾക്കാനായിട്ട് പറ്റുമായിരിക്കും. സോ ഇങ്ങനെ റെക്കോർഡൊക്കെ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ പലർക്കും ഉണ്ടാകുന്ന ഒരു കൺസേൺ അവരെന്താണ് ഈ റെക്കോർഡിങ്ങിനെ വെച്ച് ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷേ ആമസോൺ പറയുന്നത് അവർക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രോട്ടോകോൾസ് ഉണ്ട് ആൻഡ് അവർ അനോണിമൈസ്ഡ് ആയിട്ടുള്ള ഡേറ്റ മാത്രമേ ഇംപ്രൂവ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുള്ളൂ എന്നാണ് ആമസോൺ പറയുന്നത്. പക്ഷേ അത് വേറെ ആൾക്കാർക്ക് കേൾക്കാൻ പറ്റുന്ന സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. ഈ റെക്കോർഡിംഗ് പോട്ടെ, അലക്സയ്ക്ക് നമ്മുടെ കയ്യിൽ നിന്നും മറ്റുള്ള ഡേറ്റയും കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ അലക്സയെ എന്തെങ്കിലും സ്കിൽസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള പെർമിഷൻസ്, ഇപ്പോൾ അലക്സ ഉപയോഗിച്ചാണ് നിങ്ങൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഷോപ്പിംഗ് പാറ്റേൺസ്, ആൻഡ് നിങ്ങൾ ഏതെങ്കിലും ഡിവൈസസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് സ്മാർട്ട് ഡിവൈസസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ യൂസേജ് പാറ്റേൺസ് എല്ലാം അലക്സയ്ക്ക് അറിയാം. ഈ ഒരു ഡേറ്റ എന്ന് പറയുന്നത് നമ്മൾ അലക്സ ആയിട്ടുള്ള എക്സ്പീരിയൻസിനെ കുറച്ചും കൂടി പേഴ്സണലൈസ് ചെയ്യാനായിട്ട് സഹായിക്കുമെന്നാണ് പറയുന്നത്. പേഴ്സണലൈസേഷൻ ഒക്കെ നല്ലതാണ്. പക്ഷേ ഇത്രയധികം ഡേറ്റയൊക്കെ അലക്സ കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട് എന്നറിയുമ്പോൾ ചിലർക്കൊക്കെ ഇത്തിരി പ്രൈവസി കൺസേൺസ് ഒക്കെ തോന്നാം. ഇങ്ങനെ അലക്സ പ്രൈവസി കൺസേൺസ് ഉണ്ടാക്കിയിട്ടുള്ള ഏതെങ്കിലും സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ? അലക്സ ആക്സിഡൻ്റലി നമ്മൾ പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് അതൊക്കെ ചിലർക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു ഡിവൈസ് പാസീവ് ലിസണിങ് മോഡിലാണെങ്കിലും അതെപ്പോഴും ലിസൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു വേക്ക് മോഡിന് വേണ്ടി. അതും ആൾക്കാർക്ക് ഒരു കൺസേൺ ഉണ്ടാക്കാം. എസ്പെഷ്യലി നിങ്ങളുടെ ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലത്താണ് നിങ്ങൾ അലക്സ വെച്ചിരിക്കുന്നതെങ്കിൽ എന്തായാലും ആ ഒരു പ്രശ്നം നമുക്ക് തോന്നാം. സോ അലക്സയുടെ ഈ ഒരു പ്രൈവസി കൂട്ടാനായിട്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്യാനായിട്ട് പറ്റുക? ഒന്നാമത് ഞാൻ പറഞ്ഞില്ല, അലക്സ നമ്മൾ പറയുന്നതിലൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് നമുക്ക് ആമസോൺ അക്കൗണ്ടിൽ പോയി കാണാൻ പറ്റുമെന്നുള്ളത്. സോ അതൊക്കെ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുക. ആൻഡ് ഞാൻ പറയുന്നത് അലക്സയെ വെച്ചിട്ട് സ്മാർട്ട് ഹോം ഡിവൈസസ് ഒക്കെ ഉപയോഗിച്ചോളൂ. അതിനൊന്നും പ്രശ്നം, ലൈറ്റ്, ഫാൻ, അതൊക്കെ നിങ്ങൾ ഉപയോഗിച്ചോളൂ. പിന്നെ നിങ്ങൾ ക്യാമറയൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ കുറച്ച് കൺസേൺ ആയിരിക്കേണ്ട ആവശ്യമുള്ളൂ, നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ. നിങ്ങൾ അലക്സ സ്കിൽസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം പോയി ഒന്ന് വിശദമായിട്ട് നോക്കുക. അതായത് നിങ്ങൾ ഏതെങ്കിലും വേണ്ടാത്ത പെർമിഷൻസ് ഒക്കെ ഇനേബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യുക. ആൻഡ് അലക്സയുടെ ആപ്ലിക്കേഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൈവസി സെറ്റിംഗ്സ് എല്ലാം മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അലക്സയെ നമുക്ക് ഫിസിക്കലി തന്നെ മൈക്രോഫോൺ മ്യൂട്ട് ചെയ്ത് വെക്കാനായിട്ട് വരും. സോ നിങ്ങൾക്ക് അലക്സ നിങ്ങൾ എപ്പോഴും കേട്ടിരിക്കുകയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മ്യൂട്ട് ചെയ്ത് വെക്കാം. ആൻഡ് വായി തോന്നിയത് വിളിച്ച് പറയാതിരിക്കുക. ആൻഡ് അലക്സ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ആയിട്ടിരിക്കുന്ന സ്ഥലത്ത് വെക്കാതിരിക്കുക, ലൈക്ക് ബെഡ്റൂംസിലൊന്നും വെക്കാതിരിക്കുക. സോ അലക്സ ഉപയോഗിക്കുന്ന ഒരു പ്രൈവസി കൺസേൺ ആണോ അല്ലയോ എന്നുള്ളത് ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അതായിരിക്കും ഗുഡ് ബൈ.